ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം, സമയമുണ്ടെങ്കിൽ ഒന്ന് കേൾക്കണേ. നമ്മുടെ നാവിന് എല്ലില്ല എന്ന് പറയുന്നത് ഒരു സത്യമാണ്. പക്ഷെ ആ നാവ് വെച്ചിട്ട് സത്യമാണോ അല്ലേ ഒന്ന് അറിയാത്തൊരു കാര്യം നമ്മൾ പറഞ്ഞുണ്ടാക്കൽ മോശമല്ലേ? കാര്യം എന്താണെന്നുള്ളത് പറയാം. ഞാൻ ഗൾഫിൽ പോകണമെന്നുള്ളൊരു വീഡിയോയിൽ കമൻ്റ് ഉണ്ടായിരുന്നു, ഈ പൈസ ഏതെങ്കിലും പാവപ്പെട്ടവർക്ക് കൊടുത്തൂടെ, അതുപോലെ തന്നെ വീഡിയോ ചെയ്തിട്ട് നിനക്ക് ഗൾഫ് കാണാൻ പറ്റിയില്ല എന്നൊക്കെ. അപ്പോൾ ഞാൻ ദുബായി പോയത് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾക്കും പിന്നെ അർഹതപ്പെട്ട കുറച്ച് പേർക്കെങ്കിലും സഹായം മേടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അതുപോലെ തന്നെ 2016 ഞാൻ വിസിറ്റിംഗ് വിസയിൽ ദുബായി പോയിട്ടുള്ളതാണ്. അപ്പോൾ ആ കമൻറ്റിട്ട പുള്ളിക്കറിയില്ല ഞാൻ പോയിട്ടുണ്ടോ ഇല്ല എന്നുള്ളത്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ നമ്മൾ പോയ കാര്യങ്ങൾക്ക് റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സന്തോഷം ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ആക്സിഡൻറ്റിൽ മരണപ്പെട്ട സുൽഫിക്കർക്കാണ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. 4 മക്കളാണ്, 3 പെൺകുട്ടികളും 1 ആൺകുട്ടിയും, ചെറിയ ആൺകുട്ടി. അപ്പോൾ അവരുടെ വീട് കെട്ടിപ്പൊക്കം കഴിഞ്ഞിട്ട് കിടക്കുകയായിരുന്നു, വാർക്ക കഴിയാതെ. അപ്പോൾ മഴ കൊണ്ടത് നാശമായി പോകുമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് എനിക്ക് എന്താ പറയുക അവരുടെ ബുദ്ധിമുട്ട് പറഞ്ഞിട്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. അപ്പോൾ നമ്മൾ അതിൻ്റെ വാർക്ക നടത്താനുള്ള കുറച്ച് ഫണ്ട് നമുക്ക് ആ വീഡിയോയിലൂടെ വന്ന്, അപ്പോൾ വാർക്ക നടത്തിയപ്പോൾ മെറ്റീരിയലിൻ്റെയൊക്കെ കൂടെ ഒരു 22,000 രൂപയോളം നമുക്ക് ബാധ്യത വന്നിട്ടുണ്ടായിരുന്നു, അധിക ബാധ്യത വന്നിട്ടുണ്ടായിരുന്നു വാർക്ക നടത്തിയപ്പോൾ. അപ്പോൾ നമ്മൾ ഗൾഫിൽ പോയപ്പോൾ ഇതാരെങ്കിലായിട്ട് സംസാരിച്ചിട്ട് അതൊക്കെ ഒന്ന് റെഡിയാക്കാന്നുള്ള രീതിയിലാണ് പോയത്. അൽഹംദുലില്ലാ നമ്മൾ ഹമീദ് കുറ്റൂരിനായിട്ട് സംസാരിച്ചപ്പോൾ അവർക്ക് വേണ്ട 30,000 രൂപ ഇന്നലെ ഇപ്പോൾ ഹമീദ് അയച്ചു കൊടുത്ത്. റംഷാദെ, വാർക്കയുടെ ബാലൻസ് നിന്ന പൈസ കൊടുക്കാൻ വേണ്ടിയിട്ടേ ഈ 30 രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് ഇടണമെന്ന് പറഞ്ഞല്ലോ, അത് വന്നിട്ടുണ്ട് കേട്ടോ, എൻ്റെ അക്കൗണ്ടിൽ കയറിയിട്ടുണ്ട് പൈസ. അൽഹംദുലില്ലാ. അപ്പോൾ ഇതുപോലെ നമ്മൾ പോയ ഓരോ കാര്യങ്ങൾക്ക് റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ആ ഇത്താടെ വീഡിയോ ചെയ്തിട്ട് ആരൊക്കെയോ പറഞ്ഞെന്ന് പറഞ്ഞു, ഒരുപാട് കാശ് അക്കൗണ്ടിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്, എന്താ പറയുക ലക്ഷങ്ങൾ വന്നിട്ടുണ്ട് എന്നൊക്കെ. ലക്ഷങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഈ വാർക്കമ്മ അധിക ബാധ്യത എങ്ങനെ വരുന്നത്? അപ്പോൾ ഒരു എന്താ പറയുക ലക്ഷങ്ങളും ഒന്നും വന്നിട്ടില്ല. അത്യാവശ്യം വാർക്ക നടത്താനുള്ള പൈസ അതിൽ ഒരു 24,000 രൂപ നമുക്ക് അധിക ബാധ്യത വന്നു, അതല്ലാതെ ഒരു പൈസയും വന്നിട്ടില്ല. ഈ പറയുന്നവർക്ക് ആർക്കെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇത്താടെ നിന്ന് മേടിച്ച് തരാം, വന്ന് നോക്കാം. നമ്മളിങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കുന്നത് കൊണ്ട് എന്തെങ്കിലും സന്തോഷം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്? ₹1 നമ്മൾ ഒരാൾക്ക് സഹായം കൊടുത്തില്ലെങ്കിൽ പോട്ടെ, അർഹതപ്പെട്ട ആർക്കെങ്കിലും കിട്ടുന്ന സഹായം അത് കിട്ടിക്കോട്ടെ എന്നല്ലേ നമ്മൾ വിചാരിക്കേണ്ടത്. ഇങ്ങനെ പറഞ്ഞ് നടക്കുന്നവരെ കൊണ്ട് എന്ത് സന്തോഷമാണ് അവർക്ക് കിട്ടുന്നതെന്ന് നമ്മൾ ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആവട്ടെ, അവരും ആയി, അവരുടെ പുള്ളിയും കൂടെ ആയിക്കോളും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്ത കാര്യങ്ങൾക്ക് റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കുറച്ച് പൈസ ആയിത്താക്ക് വന്നു, അതുപോലെ തന്നെ അർഹതപ്പെട്ട കുറച്ച് കുട്ടികളെ നമ്മൾ സ്പോൺസർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് വീട്ടുകാരുടെ ഭക്ഷണ സാധനങ്ങൾ സ്പോൺസറായിട്ട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, മരുന്നുകൾ ഒക്കെ. അപ്പോൾ അതൊക്കെ നമുക്ക് ഓരോ ദിവസമായിട്ട് റിസൾട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമുക്ക് ഉറപ്പുകൾ തന്ന കുറച്ച് പ്രവാസികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെയാണ് നമ്മൾ ദുബായി പോയിട്ടുള്ളത്, മനസ്സിലായ? അപ്പോൾ വെറുതെ വിമർശിച്ച് നമ്മളെ എന്താ പറയുക സങ്കടപ്പെടുത്തി അതുകൊണ്ട് നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തോ. നമ്മളെ കൊണ്ടാവുന്ന സഹായങ്ങൾ തരുന്നവരിൽ നിന്ന് അർഹതപ്പെട്ടവർക്ക് കൊണ്ടു കൊടുക്കും. അപ്പോൾ കൂടെ നിൽക്കുന്ന എല്ലാവരോടും ഒരുപാട് സ്നേഹം.